അതെ, പോസ്റ്റർ ഒട്ടിപ്പിന്റെ ഉദ്ഘാടനം പ്രസിഡന്റിന്റെ വീട്ടിലെ മതിലിൽ തന്നെ തുടങ്ങണം കേട്ടാ. എന്തിനാണെന്നറിയാം, എത്ര നാൾ കൊണ്ട് ഇവിടെ ഈ ശല്യം ഉണ്ടായിട്ട് അയാൾ അനങ്ങുന്നുണ്ടോ? പിന്നെ എന്തിനാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ അതിന് നമ്മൾ ഇറങ്ങണം. എന്നാ പിന്നെ ഇത് ഒഴിഞ്ഞു വന്നാൽ നമ്മൾ പ്രസിഡന്റായ. ഞാൻ മുമ്പ് സാറിനടുത്ത് പറഞ്ഞതല്ലേ കിടന്നുണ്ടാവാം. സംഭവം ശരിയാ. ഒരു കാര്യം ചെയ്യും, നീ ഒരു കാര്യം ചെയ്യണം. നീ അവിടെ പോയി നിന്നിട്ട് ആരെങ്കിലും വരണം നോക്കണം. ആരെങ്കിലും വരണമെങ്കിൽ ഒരു സിഗ്നൽ തരണം. എന്തോ സിഗ്നൽ തരും? അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. അത് അടിച്ചാൽ എല്ലാവരും കേൾക്കൂലേ? ഒരു കാര്യം ചെയ്ത് ഇത് പറ്റുമോ? അത് വേണ്ട. ഒരു കാര്യം ചെയ്യും, അത് പറ്റുമോ? അത് മതി. ഉറക്കെ ആവരുത്. ചുറ്റും പൂച്ച വന്ന് കൂടും. തെരുവുനായ ശല്യത്തിന് പരിഹാരമുണ്ടാക്കുകയോ? എടാ, ഇത് ആരടാ ഇത് എഴുതിയത്? നീ തന്നെയാ? ഓ എൻ്റെ നടരാജ, നീ പലഹാരം ഉണ്ടാക്കാന്ന് എഴുതാത്ത നന്നായി. നീ ഇങ്ങനെ വേണമെങ്കിൽ പ്രധാനമന്ത്രിയാവും കേട്ടോ, ഉറപ്പായിട്ടും ആവും. ഓ ഒരെണ്ണം തൊന്നുണ്ടല്ലോ. അതെ, നമ്മുടെ ആ ഇവനുണ്ടല്ലോ, ആ സുനീഷിനോട് പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റർ ഒട്ടിച്ച് അവിടെ നിന്ന് എല്ലാം ഒരു പേനയായിട്ട് ഇറങ്ങി കറക്റ്റായിട്ടൊന്ന് തിരുത്താൻ പറ കേട്ടാ. ഇഷ്ടം. അമ്മാവാ എപ്പോ? തെരുവ് പറ്റിയോ? അയ്യോ, ഏത് ആശുപത്രിയിലാ? ഞാൻ ദേവരുന്നു ഇപ്പം എത്തി. അമ്മ അവിടെ നിന്ന് ഞാൻ ദേവരുന്നു. അതെ, എൻ്റെ അളിയൻ പട്ടി അടിച്ചു. അല്ല, എൻ്റെ അളിയൻ കനകനെ പട്ടി അടിച്ചെന്ന്. ഞാനൊന്ന് ആശുപത്രി വരെ പോയിട്ട് വരട്ടെ. നിങ്ങൾ ബാക്കി ഒട്ടിക്ക് കേട്ടാ. അങ്ങോട്ട് ഒട്ടിക്കടാ. $46.50. ഞാൻ 50 തന്നെ കൊടുക്കാറ്. കണക്ക് നോക്കണം. കൊടുത്ത് ശീലിപ്പിക്കരുത് കേട്ടോ. പട്ടി കടിച്ചവനെ വേദനിക്കുന്നില്ല. നല്ല വേദനയായിരിക്കും. എത്ര പല്ലുതാണ്? പല്ലെന്ന് പറഞ്ഞാലേ ഇത് പിന്നെ മറ്റൊരു പൊക്കം പറഞ്ഞൊരു പട്ടി ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്? നമ്മുടെ ആ ഭാസ്കരൻ നായരുടെ വീട്ടിലെ കുട്ടികൾ വളർത്തുന്ന പട്ടിയാണേ. എന്താ ഡോഷോ അത്രേ ഉള്ളൂ. ഏകരം ആ പട്ടിയെ കടിച്ചത്. പട്ടി അവൻ്റെ അടുത്ത് വാലാട്ടിക്കൊണ്ടേ ഇങ്ങനെ ചിരിച്ചോണ്ട് ചെന്ന് യവ ഇങ്ങനെ നോക്കിയിട്ട് ഒരൊറ്റ ചവിട്ടതിന്. പിന്നെ അത് കടിക്കാതെ വല്ല കാര്യം ഉണ്ടാളിയാ. മനുഷ്യന്റെ അടുത്തേ ചിരിക്കൂല, പട്ടിയുടെ അടുത്ത് വെറുതെ ഒന്ന് ചിരിച്ചൂടെ? സ്നേഹിച്ച് വളർത്തുന്ന പട്ടിയാണ്. നീ എന്തിനാ അതിന്റെ കീഴിലോട്ട് കയറി ചെന്നത്? നോക്കുന്ന അമ്മ ഡോക്ടർ എന്താ പറഞ്ഞത്? ഒരു കുഴപ്പമില്ല, 3 ദിവസം ഇഞ്ചക്ഷൻ അടിക്കണം. അപ്പൊ ഇന്ന് കഴിഞ്ഞു. ഇനി നാളെ മറ്റന്നാളും കൂടി കൊണ്ടുപോകണം. പിന്നെ ആ ഗുളികയില്ലേ അത് കൊടുക്കുക, ആ ഓയിൽമെന്റ് പുരട്ടുക, പിന്നെ മുറി നനയ്ക്കണ്ട. ഇല്ല, 3 ദിവസം കുളിക്കണ്ട. പിന്നെ ഈ ഗുളിക കൊടുക്കണം 3 നേരം. ഒന്നും പറയാറായിട്ടില്ല, കുറച്ച് ദിവസം നോക്കണം. അത് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. അത് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് വളർത്തുന്ന പട്ടിയാ. അത് പ്രശ്നമൊന്നുള്ളതല്ല. അത് എപ്പോഴും എന്റെ വീട്ടിലാ വന്ന് ഇങ്ങനെ കിടക്കും. അത് വന്ന നേരം എന്നെ വന്ന് കണ്ടാ പോരെ. ആ പട്ടീനെ വെറുതെ കാലുകൊണ്ട് തട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? പട്ടിയെ കൂട്ടിലിട്ട് വളർത്തി കൂടെ അവർക്ക്? അതിപ്പോ ഞങ്ങളുടെ വീട്ടിലും അവിടെയൊക്കെ ഒരുമിച്ചല്ലേ. ഈ അമ്മാവിന്റെ വീട്ടിൽ എന്തിനാ ഇപ്പൊ പട്ടിയുടെ ആവശ്യം? എന്താ അണക്കതിന്റെ ഇതറിയാഞ്ഞിട്ടാണ്. ഞാൻ ഇല്ലാത്ത നേരത്തിനല്ല വളപ്പിലേക്ക് ഒരു ഒറ്റ എണ്ണത്തിന് കിടത്തില്ല. ഭയങ്കര മിടിക്കുക. ഇപ്പൊ കണ്ടല്ലോ മിടുക്ക്. ഒന്നാമത് ഈ ആള് നേരില്ലാത്ത സമയത്ത് അങ്ങോട്ട് കയറി വരേണ്ട ആവശ്യമില്ലല്ലോ. മാത്രമല്ല, ഇതിപ്പോ യവന്റെ മുഖത്ത് നല്ലൊരു കള്ള ലക്ഷണമുണ്ട്. പട്ടിക്ക് അത് കണ്ടിട്ട് അവനെ കടിച്ചതാണ്. നീ ഇപ്പൊ എന്താവശ്യത്തിന് വീട്ടിലേക്ക് വന്നു? എന്താ അമ്മാവനെ കാണണം അമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നതല്ലേ, പിന്നെ വിവരമില്ല. അപ്പൊ ഞാൻ വെറുതെ ഒന്നോട് ഇറങ്ങിയതാണ്. അത് വിളിച്ചു പറഞ്ഞ പോലെ ഞാൻ വരില്ലേ? അല്ല, വരാൻ വെച്ച് വഴിയെ തങ്ങില്ലേ. അതിപ്പോ ഇങ്ങനെ യോഗം അല്ല. ആ പട്ടിയെ വിഷം കൊടുത്ത് കൊന്നേക്കണം. എന്തിന്? കണ്ടില്ലേ കടിച്ചത്? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിപ്പോ ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഞങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട. വരുമ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞു വന്നാ മതി. ഇതിപ്പോ ഒന്ന് പട്ടി കടിച്ചെന്ന് പറഞ്ഞ ആരും അങ്ങോട്ട് പോകാതിരിക്കാനൊക്കെ ഒന്നും പറയണ്ട. വരാനുള്ളത് വഴി.
എന്തിനാ? എന്താമ്മ ഇങ്ങനെ ഒച്ച ഓ ഉണ്ടാക്കണേ? നല്ല വേദന ആ കാണും. പട്ടി കടിച്ചാൽ മുറി പുറത്ത് ഇത് നല്ലതാന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ആർക്കും ഒന്നും തോന്നരുത്. അളിയൻ്റെ ഈ ലക്ഷണവും ചേഷ്ടയും ആ ഒരു രീതിയൊക്കെ കണ്ടിട്ട് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ കാണിച്ച ആശുപത്രി അത്ര സുഖമല്ല, നമുക്ക് വേറെ ഏതെങ്കിലും പ്രൈവറ്റിൽ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. നീ എന്ത് വെട്ടിത്തരടാ പറഞ്ഞ്? നീ ഒരു രാഷ്ട്രീയക്കാരൻ്റെ എടാ പട്ടി കടിച്ചു കഴിഞ്ഞാലേ ഗവൺമെന്റ് ആശുപത്രിയിലാണ് കാണിക്കണ്ടേ. ഇതിപ്പോ 3000 ഉറുപ്പ്യയിലെ തീർന്നു. ഇത് പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി 30,000 ഉറുപ്പ്യ ഉണ്ടാവും. രാഷ്ട്രീയക്കാരൻ വന്നേ രൂപ നോക്കിയാൽ ഒക്കത്തില്ല. അവിടെ ഒക്കത്തില്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റിൽ കൊണ്ടുപോയേ പറ്റൂ. അതെ ഇത് ക്യാൻസറും ഷുഗറും ഇത് പട്ടി കടിച്ചതാ. എവിടെ ചെന്നാലും ഒരു ചികിത്സയുള്ളൂ ഇതിനെ. പട്ടി കടിക്കുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. പഴുക്കുന്ന പിന്നെ അവന് ഷുഗർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഷുഗർ പോയിട്ട് കിടക്കാൻ നോക്കി അമ്മാവ ഇതെന്താ അമ്മാവ ഇങ്ങനെ ഒരു ഒച്ച? വേദനിച്ചിട്ടല്ലേ. കുറച്ച് വേദന കാണും മക്കളെ, സഹിക്കുക. നാളെ ആ പിന്നെ നാരങ്ങ വെള്ളമൊന്നും കൊടുക്കണ്ട, പിന്നെ നാരങ്ങ അച്ചാറ് കൊടുക്കണ്ട, ഉണക്കമീൻ കൊടുക്കണ്ട, ഉപ്പൊക്കെ കുറച്ച് കുറയ്ക്കുക. പിന്നെ വെള്ളത്തിന്റെ അടുത്ത് കൂടെ തീന്റെ അടുത്ത് കൂടെ ഒന്നും വേണ്ട. ഒരു 10-15 ദിവസം അങ്ങനെ ഇരിക്കട്ടെ. ഒരു പേടിക്കാനൊന്നും ഇല്ല. ഒരാഴ്ച കഴിയുമ്പോ അറിയാം. എന്തായാലും 14 ദിവസം എന്നൊക്കെയാണ് പണ്ടുള്ളവർ പറയാ. അപ്പൊ അതുകൊണ്ട് അതുവരെ സൂക്ഷിക്കുക. അതിനിടയ്ക്ക് പട്ടിക്കൊന്നും പറ്റിയില്ലെങ്കിൽ ഭാഗ്യം. അല്ല പട്ടി ചാവാണ്ട് നോക്കാം. അത് പിന്നെ വീട്ടിലാണല്ലോ, അത് ഞാൻ നോക്കിക്കോളാം. നല്ല വിഷമുള്ള ഇനവാ. ഏത് അല്ലേ ഇവനെ പട്ടിക്ക് വല്ല പറ്റാതെ നോക്കിയാൽ മതി. എടാ നീ ഇത് ഏത് കാര്യത്തിന് ഞാൻ വെറുതെ ഉള്ള കാര്യം പറയുമ്പോ ആർക്കും ഇഷ്ടപ്പെടില്ല. വെള്ളം വല്ലതും വേണോ? വാ, എന്നാ കിടക്കാം കുറച്ചു നേരം. എന്താ അവിടെ എന്തെങ്കിലും കഴിക്കണ്ട? എന്താ അമ്മാവ എന്ത് ചോദിച്ചാലും ഊന്ന്. നീ വേറെ കുട്ടികളെ പേടിപ്പിക്കണ്ടേ? ചേച്ചേ മീൻകറിയാണാ? ആ എന്നാ പിന്നെ അവനെ കൊടുക്കണ്ടാട്ടാ. ഒരു 10-12 ദിവസം മീനൊന്നും തിന്നണ്ട, അത് ഞാൻ കഴിച്ചോളാം. വേണ്ട, പിന്നെ കഴിക്കാലോ. കുറച്ച് കഞ്ഞി ഉപ്പിട്ടിട്ടേ അത് മതി, അത് കൊടുത്താ മതി. മീനൊന്നും ഒരു കുഴപ്പമില്ല. അത് 14 ദിവസം കഴിയട്ടെ, അവിടെ നടക്കാണ്ട്. നീ വാ. എന്താ കോമളാ പഞ്ചായത്തിലോ? എത്ര വെച്ചുണ്ട് എമൗണ്ട് അറിയില്ലേ? അല്ല എന്നാലും ഈ തുക നല്ല ഉണ്ടല്ലേ? ആ ആ നന്നായി. അപ്പം നമ്മൾ ഈ സമരം ചെയ്യണതിൻ്റെയൊക്കെ ഗുണം ഉണ്ടാവണുണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, പോസ്റ്റർ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഒട്ടിക്കണം. അല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോമളിനെ കൊണ്ട് അല്ല നടരാജനെ കൊണ്ട് നീ എഴുതിക്കരുത് ദയവ് ചെയ്ത് കേട്ടോ. ആ ശരി ശരി, ഞാൻ ബാക്കി പ്രസിഡന്റിനെ വിളിച്ച് ചോദിച്ചോളാം. ശരി വെച്ചാരാ. എന്തോടി വരുന്ന ബിസ്ക്കറ്റൊക്കെ എന്ത് ചെയ്തു? തീർന്നാ? പിന്നെ തീരൂലേ? ബിസ്ക്കറ്റ് തീറ്റി ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും. അതെ നമ്മുടെ കോമളിനാ വിളിച്ചത്. പിന്നെ പഞ്ചായത്തിൽ ഈ തെരുവ് പട്ടി കടിക്കുന്നവർക്ക് ധനസഹായം സർക്കാരിന്റെ വക അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെന്തിനാ കുന്തിനാ എടി പട്ടി കടിക്കുന്ന ആളുകൾക്ക് ചികിത്സയ്ക്ക് അതിന് ഇതിനായിട്ട് എമൗണ്ട് അനുവദിച്ചിട്ടുണ്ട് സർക്കാരിന്റെ വകയായിട്ട്. ശരി, അത് കൊള്ളാലോ. ഞാൻ ആലോചിക്കായിരുന്നു എന്ത് എടി ഞാൻ ആലോചിക്കായിരുന്നു. ഞാൻ അവിടെ നോക്കി നീ ഉടനെ. പിന്നെ എൻ്റെ പൊന്നളിയനുണ്ടല്ലോ, അവൻ മനസ്സ് വെച്ചാൽ സർക്കാരിൻ്റെ ഒരു തുകയുടെ ഒരു വിഹിതം നമ്മുടെ കുടുംബത്തിലോട്ടും കിട്ടും. അതിനവൻ മനസ്സ് വെക്കണം. അവനെങ്ങനെ മനസ്സ് വെച്ചിട്ട്? അവനെ പട്ടി അടിച്ചില്ലേ? അവനെ പട്ടി അടിച്ചത് തെരുവ് പട്ടിയാണ്. ഈ തെരുവ് പട്ടി ആണെങ്കിലും അല്ലേ എന്നുള്ള അല്ല വിഷയം. അത് പൈസ ഒപ്പിക്കാനുള്ള സൂത്രം ഞാൻ പറഞ്ഞുതരാം. അത് നീ അവിടെ ചെന്നൊന്ന് അവതരിപ്പിക്കണം. അവൻ പോയി പറഞ്ഞ അവൻ വിശ്വസിക്കൂല. എന്തായി? കുഴപ്പമില്ല. പുറത്താ? അല്ലെങ്കിൽ നിനക്ക് വഴി കൂടി പോയാൽ മതിയില്ല, വേദന സഹിക്കില്ല നീ. നിന്നോട് ആര് പറഞ്ഞു ഇപ്പൊ പട്ടിക്കൂട്ടിലോട്ട് കൊണ്ടുപോയി കാലിടാൻ? മരുന്ന് കഴിച്ചാ? ഇറക്കാം. ഞാനേ ഒരു കാര്യം അറിഞ്ഞു. നമുക്ക് പൈസ കിട്ടും പഞ്ചായത്തിൽ നിന്ന്. എടാ പൊട്ടാ, എടാ പട്ടി കടിച്ചവർക്കേ എന്താണ്ട് കുറേ പൈസ ഗവൺമെന്റ് നീക്കി വെച്ചിട്ടുണ്ടെന്ന്, ലക്ഷങ്ങള്. ഒരാൾക്ക് 3 ലക്ഷം രൂപ വരെ കിട്ടും കടിയുടെ വലിപ്പം അനുസരിച്ച്. നമുക്ക് അപേക്ഷ കൊടുത്താലോ? അങ്ങനെ ആരും പറഞ്ഞല്ല, ക്ലീറ്റോ അവിടെ ആരോടെ ഫോണിൽ വർത്താനം പറഞ്ഞ കേട്ടതാ. അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടല്ലോ എന്ന്. എടി പൊട്ടത്തിയെ, അത് തെരുവ് നായ കടിച്ചാലാണ്. എന്നെ കടിച്ചത് വളർത്തു പട്ടിയാ, അതിന് കിട്ടൂല. എടാ പൊട്ടാ, അത് നമുക്കല്ലേ അറിയുള്ളൂ അത് വളർത്തു നായാണെന്ന്. നമ്മളവരോട് പറയണോ നമ്മളെ കടിച്ചത് തെരുവ് നായാന്ന്? അതെങ്ങനെയുണ്ട്? ഈ നടക്കണ വല്ല കാര്യവും പറ. എടാ ഇത് നടക്കും. നിനക്ക് സമ്മതിക്കാൻ പറ്റുമോ? 3 ലക്ഷം രൂപ കിട്ടാൻ നമുക്ക് പൊളിക്കുവോ? ഇല്ലല്ലോ. എങ്ങനെയാണ് ഈ 3 ലക്ഷം രൂപയ്ക്ക് കിട്ടാൻ പോണത്? എടാ ഇത് നമ്മളിപ്പോ ഡോക്ടറെ അടുത്ത് കാണിച്ചില്ലേ? ഇത്
ആ ആ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഇങ്ങനെ മേടിച്ചാൽ മതി. എന്താ ഡോക്ടർക്ക് എന്താ പൊട്ടണ? ഡോക്ടർ പൊട്ടനായിട്ടാണോ? ഇച്ചിരി പൈസ കൊടുത്താൽ അയാൾ എഴുതി തരും തെരുവ് നായായിരുന്നു എന്ന്. എന്തോന്നു അമ്മയൊക്കെ വല്ലതും അറിഞ്ഞോ? പട്ടി കടിച്ചാൽ പൈസ കിട്ടും. എന്തെന്ന്? പട്ടി കടിച്ചാൽ ഗവൺമെന്റിന് പൈസ കിട്ടും. എങ്ങനെയാ? അങ്ങനെ തെരുവ് നായ്ക്കൾ കടിച്ചിട്ടുണ്ടെങ്കിൽ അത് കടി കിട്ടണവർക്ക് നഷ്ടപരിഹാരമായിട്ട് ഗവൺമെന്റ് ഒരു വലിയ തുക മാറ്റി വെച്ചിട്ടുണ്ട്. പോയായിരുന്നു മണ്ടത്തരം അയ്യോ, മണ്ടത്തരല്ല, അവളിന്ന് ക്ലീറ്റോടെ എന്തോ ഐഡിയ ആയിട്ട് ഇറങ്ങിയതാണ്. പാവ ക്ലീറ്റ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യാട്ടോ. ചങ്കമ്പത്തങ്ങ അറിഞ്ഞൂടാ എന്തെങ്കിലുമൊക്കെ വന്ന് അവള് പറയും. എടി അത് തെരുവുനായ കഴിച്ചാലാ കിട്ടുന്നത്, അല്ലാതെ വീട്ടിൽ വളർത്തുന്ന അന്തസ്സുള്ള പട്ടികൾ കഴിച്ചാലാ. ഈ അമ്മയ്ക്കും ബോധമില്ലല്ലോ. അമ്മയ്ക്ക് ബോധമുണ്ട്, അതാണ് അമ്മ പറഞ്ഞത്. അമ്മ നമുക്കല്ലേ അറിയുള്ളൂ തെരുവ് നായ അല്ല എന്നുള്ള കാര്യം. നമ്മൾ പറയും തെരുവ് നായയാണെന്ന്. 3 ലക്ഷം രൂപ കിട്ടണം. അവര് 3 ലക്ഷം 5 ലക്ഷം. വായടച്ചേ എന്തേ? വായടക്കി. ഇതിപ്പോ ഒന്നും പറ്റാതെ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. ഇനിയിപ്പൊ അത് വിറ്റ് പൈസ ഉണ്ടാക്കാനാ. വിറ്റിട്ട് എനിക്ക് അങ്ങോട്ട് വീട്ടിൽ കൊണ്ടുപോകാനൊന്നും അല്ല, നിനക്ക് തന്നെ ഉപയോഗപ്പെടും. എനിക്ക് വേണ്ട. പറയണോണ്ട് ഒന്നും തോന്നരുത്. വന്ന് ക്ലീറ്റോ ചേട്ടന്റെ സ്വഭാവമായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ പിന്നിൽ വലിയ കാര്യമൊക്കെ ഉണ്ടാവും, ആവശ്യമില്ലാത്ത ഉണ്ടാക്കി വെച്ചും കൂടെ. അന്ന് ജാനകിയുടെ വീട്ടിലൊരു തെരുവുനായ കടിച്ചിട്ട് അവര് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കിട്ടുമോ ഈ 3-5 ലക്ഷം? 5 ലക്ഷം എന്നൊക്കെ പറയും. ഇവിടെ ഉണ്ടാ. ഞാൻ നിന്നെ അവിടെ ഒക്കെ നോക്കായിരുന്നേ. ഇളി എങ്ങനെയുണ്ട് കാലൊക്കെ? ആ കുഴപ്പമില്ല. ഇപ്പൊ നാളെ ഒരു ഇഞ്ചക്ഷനും കൂടെ ഉണ്ട്. വേദന ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് അല്ലേടാ? എന്തെല്ലാരും കൂടെ ഇവിടെ ഭയങ്കര കശപിശായിട്ട്. ഭയങ്കര വലിയ ചർച്ചയാ. പറഞ്ഞെടുക്കുന്ന ക്ലീറ്റോ ആരാണ്ടിനോട് ഫോണിൽ പറഞ്ഞില്ലേ തെരുവ് നായ കടിച്ചിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടുമെന്ന്? നമ്മുടെ കോമളനെ അവനോട് വിളിച്ച് പറഞ്ഞതാ. ഇവരത് പറഞ്ഞിട്ട് വിശ്വസിക്കണില്ല. ആർക്ക്? ഇതേ ഇവള് അമ്മയൊക്കെ കടിച്ചു കയറാൻ എന്ത് പറഞ്ഞാലാണ് വിശ്വസിക്കുന്നത്? ഇപ്പൊ തെരുവ് നായ ശല്യത്തിനെതിരെ ഞങ്ങള് ഭയങ്കര പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുക ശക്തമായിട്ട്. അപ്പൊ അങ്ങനെ ഇതൊക്കെ അറിഞ്ഞിട്ട് സർക്കാരിൽ നിന്ന് ഒരു നല്ല തുക അനുവദിച്ചിട്ടുണ്ട്. 3 ലക്ഷം രൂപ കിട്ടൂല ഒരാൾക്ക്? 5 വരെ കിട്ടാം. 3 അല്ല, അത് കടിയുടെ ഇതുപോലെ ഇരിക്കും. അപ്പൊ നമുക്കിപ്പോ അളിയന് ചെറിയൊരു കടിയല്ലേ ഉള്ളൂ. ഇപ്പൊ ഒന്നുമില്ല. സംഭവം നമ്മളിപ്പോ ഒരു ഡോക്ടറിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും, അളിയനെ ഇങ്ങനെ തെരുവ് നായ കടിച്ചു. എന്നെ കടിച്ചത് തെരുവ് പട്ടി അല്ലല്ലോ. അല്ലല്ലോ, കടിച്ചത് വീട്ടിലെ പട്ടിയും നമുക്ക് അറിയാവൂ. ഇത് നമ്മൾ ഇനി ആരോടും പറയരുത്. ഇത് അവിടെ കൊണ്ട് കൊടുത്ത് ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ കുറഞ്ഞത് 3 ലക്ഷം രൂപ. ഭയങ്കര മോശമാണ് ഇത്. ശരിയല്ല. കാര്യം നമുക്ക് ആ പൈസ വേണ്ട. അത് തന്നെ ഈ വഴി പോണ വയ്യാവേലെടുത്ത് നിങ്ങളുടെ തലയിൽ വെക്കരുതേ. എന്റെ പൊന്നളിയ, ഇതേ തെരുവ് പട്ടി കടിച്ചിട്ടുള്ള ആളുകൾക്ക് കിട്ടേണ്ട അർഹമായിട്ടുള്ള പൈസയാണ് അല്ലേ? ആയിക്കോട്ടെ. നമ്മൾ ഈ കള്ളത്തരം പറഞ്ഞിട്ട് ആ പൈസ എങ്ങനെ അളിയാ നമ്മൾ വാങ്ങിക്കുക? നിന്നിപ്പോ ഏതായാലും ഒരു പട്ടി കടിച്ചല്ലോ. ഇനിയിപ്പോ സർക്കാർ അതിനു വേണ്ടി ഒരു തുക തരണത് നമ്മളങ്ങോട്ട് മേടിക്കുക. നമ്മൾ മേടിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ മേടിച്ചോണ്ട് പോകും. വേറെ ആരെങ്കിലും വാങ്ങിച്ചോട്ട്. അളിയ ഇത് കൊണ്ടുപോകുന്നത് അർഹതപ്പെട്ടവരല്ല. ഇത് ആർക്ക് വേണോ ഇതുപോലെ കിട്ടിയാൽ നമുക്ക് മേടിക്കാം. ഇത് എന്തൊരു കഷ്ടമാണ്. ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ക്ലീറ്റോ ചേട്ടാ, സർക്കാർ ജോലിയാണ്. കള്ളത്തരം കാണിച്ചാൽ പിന്നെ ജോലിയും പോയി കിട്ടും. അയ്യോ, ഇതും ജോലിയായിട്ടൊന്നും ഒരു ബന്ധമില്ല. എടാ വെറുതെ കിട്ടുന്ന പൈസ 2-3 ലക്ഷം രൂപ എന്തിനാടാ വെറുതെ കളയണത്? എവിടെയാന്ന് വെച്ചാൽ ഒപ്പിട്ട് കൊടുക്കും. നീ ഒന്ന് സമ്മതിക്കേ. അവൾക്ക് ആ 3 ലക്ഷം രൂപകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ആർത്തി നോക്ക്. എനിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ചെലവായത് ചില്ലറ എന്തെങ്കിലും ആ പാവത്തിനോട്. ഈ പേരും പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി നടക്കില്ല. ആ പൈസയുടെ മോഹം നിങ്ങോട്ട് മാറ്റി. ചെറുക്കാൻ നിന്റെ കടം തീരൂടാ പൊട്ടാ. ഇതൊക്കെ പറഞ്ഞു അമ്മാവൻ എവിടെ? അമ്മ ഇവിടെ ഉണ്ടോ? പോയോ? അമ്മാവാ, അമ്മാവൻ ഇങ്ങോട്ട് വന്നേ. എല്ലാവരും ഉണ്ടല്ലോ. പുതിയൊരു പരിപാടിയായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക ക്ലീറ്റസ്. പരിപാടി നല്ല പരിപാടി അമ്മാവാ. ഇപ്പൊ പട്ടി കടിച്ചില്ലേ, അത് വിറ്റ് പൈസ ഉണ്ടാക്കൽ. നീ ഒന്നും തരികടൊന്നും കുടുംബത്തെങ്കിലും ഒന്നും ചെയ്യാതിരിക്കടാ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും വന്നിട്ട് ഓരോരോ സംഭവിപ്പിക്കാനുള്ള പരിപാടി. വേറെ സമയത്തൊന്നും ഈ കുടുംബത്തിൽ ഒന്ന് കയറാൻ. ഞാനേ ഇത്തിരി കാര്യവിവരവും ബോധമുള്ള ഒരാളാണ് അമ്മാവനെന്ന് വെച്ചിട്ടാണ് അമ്മാവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അതാണല്ലോ. ഞാൻ പറയുന്നൊന്ന് സമാധാനമായിട്ട് കേൾക്കൂ. എന്താ പുതിയ ഊരാ കൊടുക്കാൻ? ഒരു നല്ല കാര്യം, ഒരു ഉപകാരം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തിനും തടസ്സമാണ്. അതെ, ഓക്കെ. ഒരു കുടുംബം രക്ഷപ്പെടേണ്ട കാര്യമാണ് അവൻ പറയട്ടെ. പറയും എന്താ? അളിയനെ പട്ടി കടിച്ചല്ലോ. ഈ തെരുവ് നായ കടിച്ചവർക്ക് സർക്കാർ ഒരു വലിയ തുക ഇങ്ങോട്ട് അനുവദിച്ചിട്ടുണ്ട്. തെരുവ് നായ അല്ലല്ലോ. അല്ല അതെ. നീ ഇപ്പൊ എന്തിനാ അതിവിടെ പറയുന്നത്? കാരണം അത് 5000 മുതൽ 5 ലക്ഷം വരെ തെരുവ് പട്ടി കടിച്ചവർക്ക് കൊടുക്കാൻ സർക്കാർ ഒരു പണം നീക്കി വെച്ചിട്ടുണ്ട്. അറിഞ്ഞല്ലോ? അതറിഞ്ഞു, അത് വായിച്ചല്ലോ. ഇവരുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ. അപ്പൊ ആ തുകയെന്ന് ചെറിയൊരു തുക അളിയന് കിട്ടിയ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ ഈ തെരുവ് നായ കട്ടിച്ചൊരു ഇപ്പൊ പരിചയമുള്ള ആർക്കെങ്കിലും തെരുവ് പട്ടി കടിക്കണം, എന്നിട്ട് അവര് കിട്ടിയെന്ന് എന്തെങ്കിലും കൊടുക്കണം. അതൊക്കെ ഈ പൈസ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുപോയി. എനിക്ക് അറിയാന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയണേ. എന്താ ചെയ്യണ്ടേ? നമുക്കും ഉണ്ട് ഇതിലൊരു അവകാശം. ഇപ്പൊ അളിയനെ കടിച്ചത് തെരുവ് പട്ടി ആക്കും. അത് ഞാനാക്കും.
ഇതിപ്പോ നമ്മൾ ഡോക്ടറെ പോയി കണ്ട് ഞാനന്ന് ഡോക്ടറെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളർത്തുപട്ടി എന്നുള്ളത് തെരുവ് പട്ടിയായിട്ട് റിപ്പോർട്ട് വരും. അതെ. പിന്നെ മെമ്പറെ ഒന്ന് കണ്ട് മെമ്പറെ നൈസായിട്ടൊരു ചെറിയ സ്വാധീനം, മെമ്പർ അത് കാര്യങ്ങളിലേക്ക് വരുന്നത് എനിക്കറിയാവുന്ന ആളാണ്, എൻ്റെ വാർഡിലെ ആളാണെന്ന് ആക്കും. പിന്നെ അളിയനെ കടിച്ചതായിട്ട് 2 സാക്ഷികൾ, അത് ഞാൻ ഒപ്പിക്കും. പിന്നെ പഞ്ചായത്തിലെ പിയൂണ്, ക്ലർക്ക്, അവരെയൊക്കെ കൂടെ, അതെല്ലാം നമ്മളെ പിള്ളേരാണ്, അവരെ കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു തുക ഇവിടെ വരും, അളിയൻ അനുവദിച്ച് കിട്ടും. അതിനൊക്കെയുള്ള ആൾക്കാർ ക്ലീറ്റോന്റെ കയ്യിലുണ്ട്. ഉണ്ട്. എന്റെ രാഷ്ട്രീയക്കാരനാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ച് കാശ് കൂടി കിട്ടും. കുറഞ്ഞത് 3 ലക്ഷം രൂപ കിട്ടും. അപ്പൊ സർക്കാർ കണക്കിലെ തെരുവ് പട്ടി കടിച്ച ഒരാളാണ് മൂപ്പര്. ധനസഹായത്തിന് അർഹത ഉണ്ട് നമ്മളാക്കും. നമ്മൾ കള്ളത്തരാക്കണം. അല്ല അങ്ങനെ ആക്കിയാ ഇങ്ങനെ കള്ളത്തരത്തിലുള്ള പൈസ നമുക്ക് വേണോ വേണ്ടാന്ന് പറയും. ആകെ തെരുവ് നായ എന്നുള്ളത് മാത്രല്ലേ കള്ളത്തരമുള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റ് ആണല്ലോ. പട്ടി കടിച്ചു. അതെ, അതും പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്താ കടിച്ചത്. വേണ്ട, പൈസ വേണ്ട. എന്റെ കർത്താവ്, ഞാൻ ഈ ഗാന്ധിയുടെ മക്കളുള്ള കുടുംബത്തിൽ തന്നെയല്ലേ വന്ന് പെട്ടത്. എല്ലാം ഇതൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോകും. അപ്പൊ പറഞ്ഞാലെ കാര്യമുണ്ട്. വെറുതെ ഇപ്പൊ ഒരു പട്ടി കടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു 2-3 ലക്ഷം ഉറുപ്പ്യ കിട്ടുമെങ്കിൽ കഴിക്കുവോ? തെരുവ് പട്ടി കടിച്ചാലാണ്, അല്ലാതെ വീട്ടിൽ വളർത്തുന്ന പട്ടിയല്ല. അല്ല, ഇവ ആലോചിച്ച് നോക്കി സംഗതി ഒരു കണക്കിന് കറക്റ്റ് ആണ്. പക്ഷെ അത് ക്ലീറ്റസ് ചെയ്യോ എന്ന് പറയുമ്പോഴാണ് എനിക്കൊരു പേടി. അമ്മാവാ തെരുവ് നായനോട് പോയി ചോദിക്കോ ഗവൺമെന്റ്? ഇല്ലല്ലോ. നായ്ക്ക് എന്തായാലും വർത്താനം പറയാൻ പറ്റില്ല. പൊട്ടത്തി എന്നെ നോക്കിയ ഡോക്ടർ എന്ത് സർട്ടിഫൈ ചെയ്യും? അതല്ലേ പറഞ്ഞ ഡോക്ടർ പൈസ ഡോക്ടർ ഞാനല്ല, എന്റെ കാര്യമല്ലേ, അത് ഞാൻ ശരിയാക്കും ഡോക്ടറെ കൊണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞ ഡോക്ടറല്ല, ഇനി ഏത് എഞ്ചിനീയർ വേണമെങ്കിലും അതൊക്കെ എഴുതി തരും. ഇതെല്ലാം ചെയ്തിട്ട് അവസാനം എന്റെ ഏട്ടൻ തൂങ്ങേണ്ടി വരും ഇതിന്. ഇതിന്റെ പുറകെ ഓടേണ്ടി. അല്ല, അങ്ങനെ ഒരു പ്രശ്നം വരില്ല. ഇപ്പൊ അല്ല, ഇപ്പൊ നാട്ടിലെല്ലാവരും ഇപ്പൊ കടിച്ച ആൾക്കാരാണല്ലോ കാശ് മേടിക്കുന്നത്. പട്ടിയെ കണ്ടിട്ടില്ല, കടിയും കൊള്ളാത്തവർ മേടിച്ചിട്ട് പോകണം. എനിക്ക് ആ പൈസ വേണ്ട, ഞാൻ അമ്മാവിന് വേണമെങ്കിൽ അമ്മാവ് വാങ്ങിച്ചോ. ഇപ്പൊ തെരുവ് പട്ടി കടിച്ചു എന്നും പറഞ്ഞിട്ടുള്ള ഇത് സത്യസന്ധമാണെന്ന് എല്ലാ ഓഫീസർമാരും എഴുതി കഴിഞ്ഞാൽ പിന്നെ കനകൻ എന്ത് പറ്റാനാ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. ഈ തെരുവിൽ കിടക്കുന്ന പട്ടികൾ നമ്മളെയൊന്നും കടിക്കണില്ലല്ലോ. അതെ, എവനെയൊക്കെ പോലുള്ളവനാണ് കടിക്കുന്നത്. പോട്ടെ, ഇനിയിപ്പൊ അങ്ങനെ ഒരു പൈസ നിനക്ക് കിട്ടിയിട്ട് അത് ചെലവാക്കാനും മാനസികമായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് വേണ്ട. അവള് ബുദ്ധിമുട്ടിയിരിക്കല്ലേ, അവരെടുത്തോട്ടെ. അതൊന്നും വേണ്ട. ഇതിപ്പം സർക്കാരിന്റെ പൈസ കടിച്ചത് എന്റെ അളിയന്, ആ പൈസ അളിയന്റെ പേരിൽ ചെക്കായിട്ട് തരും. അത് അളിയന് എന്ത് വേണോ ചെയ്യാം. നമുക്ക് എന്റെ പൊന്നെ, ഞങ്ങൾക്കൊന്നും വേണ്ട, ആ പാവത്തിന് വല്ലതും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇനിയിപ്പൊ അവന്റെ മനസ്സറിഞ്ഞു അല്ലെങ്കിൽ തരുവാണെങ്കിൽ ആയിക്കോട്ടെ. ആർക്ക് വേണ്ട വേണ്ട വേണ്ട. ഇത് ഞാൻ എന്റെ അളിയന് ചെയ്യണ ഒരു ചെറിയ സേവനം, അത്ര മാത്രമായിട്ട് കൂട്ടിയാൽ മതി. അപ്പൊ അത് ഇപ്പൊ എന്താ വേണ്ട, ഇപ്പൊ ഇവനൊന്ന് ഒപ്പിട്ട് തന്നാ മതി. അപേക്ഷയിലെ ഒപ്പിടണം, എന്നെ തെരുവട്ടി കടിച്ചു എന്നുള്ളത്. പറ്റുമോ? അതൊന്ന് ചെയ്തു കൊടുത്താൽ നീ ഒന്ന് രക്ഷപ്പെടണം. നമ്മളെ സർക്കാർ, നമ്മൾ വോട്ട് ചെയ്ത് വളർത്തിയെടുത്ത സർക്കാർ നമുക്ക് വേണ്ടി കുറെ പൈസ തരുന്നു. അതായത് പൈസ നമ്മളെ തന്നെയാണ്, നിന്റേത് എന്റേത്, നമ്മൾ ടാക്സ് കൊടുക്കുന്ന പൈസ, അതിലൊരു ഓഹരി നമുക്ക് കിട്ടുന്നു. അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടാ മതി. ശരി, ഞാൻ ഒപ്പിട്ട് സമാനായി. എന്നാ പിന്നെ ഇപ്പൊ തന്നെ പോയി ആ പേപ്പറൊക്കെ എല്ലാവരും കണ്ടിട്ട് മാറ്റാനുള്ളൊക്കെ പറ്റി. നീ വലിയ രാഷ്ട്രീയക്കാരനുള്ളൊക്കെ ചെയ്തു കൊടുത്തോ. അപ്പൊ അതിനകത്ത് സംഭവം ഒന്നുമില്ല. നമുക്ക് അവിടെ എവിടെ പോയി കാണുന്നതിന് ഒരു ചെറിയ ചെലവ്, ഒരു 10 രൂപയുടെ ചെലവ്. അത് വേണ്ട, ആ വക പരിപാടി നടക്കില്ല. ഇതാ ഞാൻ പറഞ്ഞത് നടക്കില്ല എന്ന്. ഞാൻ ഒപ്പിട്ട് തരില്ല, ഞാൻ പറഞ്ഞത് കൊണ്ടാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ 10,000 രൂപയിലോടത് ഒരു കാര്യം, ഈ 10,000 നമ്മൾ ചെലവാക്കുമ്പോൾ നമുക്ക് എത്രയാണ് ഇങ്ങോട്ട് കിട്ടണമെന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ കൊള്ളാം. ഇങ്ങനെയൊക്കെ പേപ്പർ റെഡിയൊക്കെ പൈസ വരും. പക്ഷെ ഈ ക്ലീറ്റസ് മേടിക്കാന്ന് പറയുമ്പോ അവന്റെ സ്വഭാവം അനുസരിച്ചിട്ടേ എന്റെ കയ്യിലില്ല. കൊടുക്കണ്ട, നേരിട്ട് കൊടുത്താൽ മതി. അതെ, അതിപ്പോ എല്ലായിടത്തും കയറി ഇറങ്ങാൻ നിങ്ങൾ വരുമെങ്കിൽ വന്നിട്ട് കൊടുത്താൽ മതി. ഞാൻ എന്റെ കയ്യിൽ അതിന് പൈസയേ ഇല്ല. അല്ല, ഒരു 10,000 ഉറുപ്പ്യ ചെലവാക്കി കഴിഞ്ഞാൽ ഈ പേപ്പറൊക്കെ റെഡി ആയാൽ ചിലപ്പോ നമുക്ക് 2-3 ലക്ഷം ഉറുപ്പ്യ കിട്ടും. കിട്ടൂന്ന് പറയില്ല. ഈ ഫണ്ടെല്ലാം കൂടെ പിന്നെ എവിടെ എന്ത് ചെയ്യും? സർക്കാർ അനുവദിച്ചിട്ടൊക്കെയാണ്. അതെല്ലാം കൂടെ അവിടെ കൂടി കൂടി കിടക്കാൻ പറ്റും, ആളുകൾക്ക് കൊടുക്കണം. 10,000 ഞാൻ കൊടുക്കൂല, എനിക്ക് ആ പൈസ വേണ്ട. ഞാൻ അമ്മാവിന് വേണമെങ്കിൽ അമ്മാവ് കൊടുത്തു. അല്ല, ഈ 3 ലക്ഷമൊക്കെ കിട്ടുന്ന കളയാന്ന് പറയുമ്പോ അതന്നെ പറഞ്ഞ അമ്മാവ് കൊടുത്തു. അത് നമ്മുടെ പൈസയാണ്. അതെ, അത് കളയണ്ട. നമ്മളെ പൈസ 10 ഞാൻ തരാം. 10 രൂപ ഞാൻ തരാം. ഇന്ന് തന്നെ പോയിട്ട് പേപ്പർ റെഡിയാക്കാൻ കളയണ്ട. 10,000 ഒക്കെ 10,000 ഉറുപ്പ്യ ഞാൻ തരാം. ഞാൻ വൈകിട്ട് അപേക്ഷയായിട്ട് വരും. അപ്പോഴേക്കും അളിയൻ ഒന്ന് ഒപ്പിട്ട് തരണം. പിന്നെ അമ്മ പൈസ വൈകിട്ട് റെഡിയാക്കി വെക്കും. വൈകിട്ട് വേണം. പിന്നെ ഇന്നല്ലാതെ എൻ്റെ കയ്യിൽ ഒരു 10,000 ഇല്ല, 20,000 ഇല്ല. എൻ്റെ ചെറുക്കൻ എന്തായാലും പട്ടി കടിച്ചു, അത് വിറ്റ് കാശാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വേണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് തോന്നുന്നു. ആ പോയി എടുത്തോണ്ട് കൊടുക്കും. ഇന്ന് തന്നെ പേപ്പർ വർക്ക് തുടങ്ങിക്കോ. പിന്നെന്താണ്? 3 ലക്ഷം കിട്ടിയ കഴിക്കൂ. അതെ, അളിയൻ കാണിച്ചത് ഒട്ടും ശരിയായില്ല. ചെക്ക് വന്നു പറഞ്ഞപ്പോ ഒരു വാക്ക് പോലും പറയാതെ അവൻ പോയേക്കല്ലേ. ഇനിയിപ്പോ പൈസ മാറി വരുമ്പോ കാല് മാറുമെന്നുള്ളതാ എന്റെ പേടി.
എന്തിനപ്പ അതിന് 4 ആളെ കൂട്ടി പോണി? ചെക്ക് ലോറിയിലൊന്നും കൊണ്ടണ്ട. അവന്റെ പേരിൽ വന്ന ചെക്കല്ലേ, അവൻ പോയി ഒപ്പിട്ട് പഠിച്ചോട്ടെ. അമ്മാവാ, ഓരോ കാര്യങ്ങൾക്ക് ഒരു സാമാന്യ മര്യാദയില്ലേ? ഞാനല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് കയറി ഇറങ്ങി എല്ലാം ശരിയാക്കി കൊടുത്തപ്പോ എന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞിട്ട് നോക്കിയൂടെ? അതെന്തിനാ? അതെന്ന് എന്തിനാ നിങ്ങൾക്കല്ല ഈ ഒരു രീതി, ഈ ഒരു സംസ്കാരം, അല്ലാതെ വേറൊന്നും അറിയില്ല. എനിക്ക് ആരെ കണ്ടാലും വിശ്വാസമില്ല. ഇതിപ്പോ ഞങ്ങൾ കുറ്റക്കാരാ. ഞാൻ അവൻ ഇന്നലെ കാണാൻ തുടങ്ങിയതൊന്നും ഇങ്ങനെ കാണിച്ചവനെ എങ്ങനെ വിശ്വസിക്കുന്ന അമ്മാവൻ പറയും? ഇതൊന്നും ഉണ്ടായിരിക്കടാ. ഉണ്ടാണ്ടിരുന്നാ മതി. ചെക്കായിട്ട് അവൻ ബാങ്ക് പോയോന്ന് എന്റെ സംശയം. പിന്നെ ഈ നട്ടാപ്പാതിര 6-6:30 മണിക്കാണ് ഇവിടെ ബാങ്ക്. എടാ 4 മണിക്ക് പഞ്ചായത്തിലുള്ളവരൊക്കെ പോകും. ഈ 6-6:30 വരെ അവൻ പിന്നെ എന്തെടുക്കുക? വൈകിട്ട് ചെക്ക് കിട്ടിട്ട് ഇനിയിപ്പോ നാളെ മാറാൻ പറ്റുള്ളൂ. വേറെ എവിടെയെങ്കിലും അല്ല, വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ ചെക്ക് പാസ്സായത് അവനായതുകൊണ്ട് ഇപ്പൊ വീട്ടിൽ എങ്ങനെ ഈ കാശ് ആർക്ക് എടുക്കണമെന്നൊന്നും നാട്ടുകാർക്ക് അറിയില്ലോ. കൂട്ടുകാർ ചെലവ് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോ ഞാൻ അതെന്തെങ്കിലും ചെയ്യണ്ടെങ്കിലോ? അവൻ അതിനൊന്നും പോവില്ല. ആരെങ്കിലും കണ്ട് വർത്താനം പറഞ്ഞ് നിൽപ്പുണ്ടാവും. ഇപ്പൊ ഇങ്ങോട്ട് വരും. ഇവൻ എന്തെത്ര വർത്താനം പറയാനാണ്? പക്ഷെ ഒരു കാര്യത്തില് ചേച്ചിയെ സമാധാനായി. ഒരു 10-15 ഉറുപ്പ്യ എന്റെ കയ്യിൽ നിന്ന് ഈ പേരും പറഞ്ഞപ്പോ മേടിച്ച് അന്ന് മുതൽ ഉറക്കല്ലാണ്ടിരുന്നാലും ഒരു കാര്യമെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ട് നല്ലത് ചെയ്തല്ലോ. അതെ വരുന്നു. ഇത് എവിടെ പോയിരിക്കും? എത്ര നേരം ഇത്? നല്ല പുള്ളിയാ കേട്ടോ. ഒരു വാക്ക് എന്റെ പൊന്നളിയാ ഒന്നും പറയായിരുന്നില്ല. കിട്ടിയടാ? എന്റെ സന്തോഷം അളിയാ, നീ ഒരു ഗംഭീര സംഭവം തന്നെ കേട്ടോ. ഈ ഇപ്പൊ തന്ന കൈ ഉണ്ടല്ലോ, എനിക്കൊരു ഓസ്കാർ അവാർഡ്. അവനെ മാത്രം കൊടുക്കല്ലേ, കാശ് ഞാൻ കൊടുത്തോണ്ട് അവത് ശരിയാക്കി. എനിക്കിതാ കൈ കൊടുക്കട. കൊറേ നേരം പ്രാന്ത് പിടിച്ചോണ്ടിരിക്കണം. അമ്മാവാ, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത്രയും പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതെ, ഇവൻ പറഞ്ഞപ്പോ 2-2.5 മാക്സിമം അത്രയൊക്കെ വിചാരിച്ചുള്ളൂ. പിന്നെ എത്ര കിട്ടി? 3 രൂപ കിട്ടി. കണ്ടാ? അതെ അതെ, കാണിച്ചു തരാം. ആരാണ് ഇടപെട്ടെന്നുള്ളത് ഇപ്പൊ മനസ്സിലായോ? ചുമ്മാതല്ല, ആ ഡോക്ടർ എഴുതി അതിന്റെ രീതിക്ക് വിട്ടിട്ടുണ്ടാവും. ഇനി ഒരു കാര്യം ചെയ്യട്ടെ, ഇതില് എനിക്കെത്ര നിങ്ങൾക്കെത്ര? ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്റെ പേരിലല്ലേ ചെക്ക്. പക്ഷെ നീ പറഞ്ഞത് ഈ ഇങ്ങനെ ഒരു നല്ല പൈസ ഒന്നും അല്ലാത്ത പൈസക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞു. ആ, നല്ല പൈസ തന്നെ. ഞാൻ പട്ടണ കടി കൊണ്ടിട്ട് എന്റെ പേരിൽ പൈസ കാശ് പൈസ വന്നപ്പോ അളിയന്റെ പോട്ടെ. അളിയൻ എന്താ 10-20,000 രൂപ അളിയന് കൊടുക്കാൻ? പോരാ പോരാ പോരാ. എനിക്ക് എത്ര നിങ്ങൾക്ക് എത്ര? അല്ല അത് പിന്നെ ഒരു നാണോ ഇല്ല. ഞാനൊരു കാര്യം പറയാം. എനിക്ക് അമ്മ 1 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പാ പോടാർന്ന്? ഒന്നും വേണ്ട, ഞാൻ കാശ് പറ്റിക്കും നിങ്ങൾക്ക് തോന്നുന്നു. എനിക്ക് ഒന്നും വേണ്ടെന്നല്ലേ ഇവിടെ പറഞ്ഞവൻ. അല്ല, ഞാനന്ന് അമ്മാവനെ ലാസ്റ്റ് കാണാൻ വന്നപ്പോ പറഞ്ഞു എനിക്ക് തരാന്ന് പറഞ്ഞല്ലോ. 5000 ഉറുപ്പ്യ കൂടി മേടിക്കാൻ വന്നപ്പോ എനിക്ക് 50,000 ഉറുപ്പ്യ മതി എന്നല്ല പറഞ്ഞു. അല്ല 50 അന്ന് അമ്മാവൻ പറഞ്ഞു. ഇപ്പം 3 ലക്ഷമായിട്ട് കിട്ടിയില്ല. അത് കാശ് കയ്യിൽ വന്നപ്പോ എല്ലാവരും നിറമാറിയല്ലോ. അതെങ്ങനെ അത് ശരിയാവും? ഒരു വാക്ക് പറഞ്ഞ വാക്കാവണം. എന്താ പിന്നെ ഇപ്പൊ പറയണത്? ഒന്നും വേണ്ട പറഞ്ഞപ്പോ അവനെ വേണം, ഇവന് 50,000 കൂടുതൽ വേണം. അത് ശരിയാവും. അതല്ല, എനിക്കും ചില കണക്കൂട്ടലുകളൊക്കെ ഉണ്ടല്ലോ. 1 ലക്ഷം രൂപ എനിക്ക് തന്നാലും 50 അളിയന് കൊടുത്താലും 1.5 പോയാലും പിന്നും കിടക്കല്ലേ അമ്മാവ? എനിക്ക് 50 മതി. ആരാ എന്നോട് പറഞ്ഞത്? എനിക്ക് 50 പോരാ, എനിക്ക് കൂടുതൽ വേണം. അപ്പോഴോ എനിക്കൊരു 1.5 രൂപ വേണം. വേണ്ട, 1 രൂപ വന്നാൽ മതി. അതെങ്ങനെയാ ഈ ഇത്രയും കയറി ഇറങ്ങി കഷ്ടപ്പെട്ട? ഉണ്ടാതിരിക്കേ. അവനൊന്നും കൊടുത്തില്ലെങ്കിൽ അവൻ ചെക്കില് പറഞ്ഞു ഒന്നും തന്നില്ലെങ്കിലാ ഉണ്ടല്ലേ, ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ അടക്കൊന്ന്, ബാക്കി എന്തൊക്കെ ബാക്കി 2 അല്ലേ? നിനക്ക് 50. എനിക്ക് 50 അല്ല, എനിക്കൊന്ന്. അന്നൊരു കാര്യം, ക്ലീറ്റോന് 50, എനിക്കും 50. അതെന്തിനാ? ഞാനല്ലേ ഇവിടെ വന്ന് ഇവനെ കൊണ്ട് സമ്മതിപ്പിച്ചത്. അല്ല, അങ്ങനെ പോകുമ്പോ അത് ശരിയാവില്ല. നിനക്ക് അങ്ങനെ എനിക്ക് 1 ഉറുപ്പ്യ കിട്ടിയാ പോരല്ലോ. ഞാനല്ലേ 12,000 ഉറുപ്പ്യ ചെലവാക്കിയത്. ഒരു 12,000 രൂപ അത് കിഴിച്ചോ? അതൊന്നും അങ്ങനെ, അത് വേറെ കാണണം. അതെ, ഒരു കാര്യം പറയാം. അമ്മാവനാണ് നമ്മളെ വിശ്വസിച്ചിരിക്കുന്നത് പഴയ കാര്യങ്ങൾക്ക്. ഒറ്റ കാര്യം ഞാൻ നടക്കൂല. 3 ലക്ഷം ഉറുപ്പ്യ കിട്ടിയില്ലേ, എനിക്ക് എന്ത് പറഞ്ഞാലും ശരി 1.5 ഉറുപ്പ്യക്ക് കിട്ടണം. അപ്പൊ ഒരു കാര്യം, അളിയൻ 50 രൂപയിൽ പൊരുത്തപ്പെടറിയാ. ഞാനൊരു കാര്യം അറിയിക്കാം. അല്ലെങ്കിൽ എനിക്ക് 1 പൈസയും വേണ്ട. അങ്ങനെയാവാലോ? എന്നാ പിന്നെ 50 രൂപ എനിക്ക്. കളിയാക്കിയതല്ലടാ. അളിയൻ വാക്ക് പറഞ്ഞ വാക്ക് അളിയന് വേണ്ടെന്ന് വേണ്ട വേണ്ട, വെറുതെ നിങ്ങൾ ഇനി അതിന് അപ്പൊ അളിയന്റെ 50 കൂടെ എനിക്ക്. അമ്മാവ ഇടപാട് ഞാനില്ലെങ്കിൽ സത്യങ്ങളെല്ലാം ഞാൻ പോയി പറയും പഞ്ചായത്തിൽ പറഞ്ഞിട്ട് ഞാൻ പറയും. ഇത് കള്ളത്തരമാണെന്ന് ഞാൻ പറയും. അതെ, നിങ്ങൾ ദയവ് ഇത് വഴക്കുണ്ടാക്കാൻ നിർത്ത്. അപ്പൊ എനിക്കിപ്പോ എത്ര കിട്ടും? നിങ്ങൾക്ക് എത്ര വേണം എടുത്തോ. 1.5 1.5 അല്ല, അവര് മൊത്തം 2 പേരും വീതിച്ചെടുക്കും. അങ്ങനെ 2 എനിക്കും 1 ആണ്. അതെ ശരി അമ്മാവ, 50 കൂടെ എനിക്ക് താമോ. ഞങ്ങള് കുടുംബ പ്രാരം നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ട് വേണം. കാര്യം ചെയ്യും. ഇതിന്റെ പേരിൽ വഴക്കുണ്ടാക്കണ്ട കേട്ടോ. വഴക്കില്ല അളിയാ. അതെ, പിന്നെ അളിയനെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിക്കണം. ഇത് ഏത് ബാങ്കാണ് നോക്ക്?
എടുക്കാം, കണ്ണും ഒന്നും കണ്ടുകൂടെങ്കിലും. ഇതിപ്പോ 5000 ചെക്കല്ലേ, ബാക്കി പൈസ എവിടെ അളിയാ? അയ്യോ 5000 ആണല്ലോ. അളിയാ ബാക്കി ചെക്ക് എവിടെ? 5000. എനിക്കറിയില്ല, എന്റെ പേരിൽ ആകെ പാസ്സായി വന്ന പൈസ ഇത്രയേ ഉള്ളൂ. 5000 രൂപ അത് എനിക്ക് തന്നു, അത് കൊണ്ടാ തന്നു. 5000 ഉറുപ്പ് കിട്ടിയുള്ളൂ. 50 ലക്ഷം കിട്ടി. ഇത് പ്രതിപക്ഷത്തിലുള്ള ആരോ എനിക്കിട്ട് പണി തന്നതാ. ഞാനൊരു ഒറ്റൊന്ന് എടാ എന്റെ 15000 ഉറുപ്പ്യ പോയി 5000 ഉലുവ കിട്ടാൻ വേണ്ടിട്ട്. ആ കാശിനാണ് ഞാൻ എങ്ങടെ പോവാ? എന്റെ പൊന്നഴക, ഞാൻ അപ്പോഴേ വിചാരിച്ചതാ നിന്റെ പൈസ വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന്. Versus Alien.